നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ 29ാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ്, വാസ് എന്നീ രണ്ട് വേർഡുകളെ പറ്റിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈസ്, വാസ് എന്നുള്ളൊരു രണ്ട് വേർഡുകളും, കാരണം നമ്മുടെ അതില്ലാത്ത ഇംഗ്ലീഷ് സെൻറ്റൻസുകളില്ല. സോ ഇന്ന് നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് തന്നെ കയറാം. അതായത് ഈസ്, വാസ് എന്ന് പറയുന്നത് ആയിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫോമാണ്. അതായത് ആയിരിക്കുക എന്നതിനെ രണ്ട് രീതിയിൽ പറയുന്ന ഒരു വേർഡുകളാണ് ഈസ്, വാസ്. അതായത് ആയിരിക്കുക എന്നുള്ളത് ഇംഗ്ലീഷിൽ ടു ബി എന്നുള്ളൊരു ആക്സിലറി വെർബാണ്. സോ നമ്മൾ ഇംഗ്ലീഷിൽ അതിൻ്റെ ഗ്രാമാറ്റിക്കലി വേർഡ് വെച്ച് പറഞ്ഞു പോകുന്നില്ല, കാരണം ഒരുപാട് കൺഫ്യൂസ് ആകും. ആദ്യമായിട്ട് കേൾക്കുന്നവരും കൺഫ്യൂസ് ആവും. ഈസിനെയും വാസിനെയും വളരെ പ്രയാസകരമായി എടുക്കുമ്പോൾ ആക്ച്വലി അങ്ങനെ എടുക്കാൻ പാടില്ല. ഈസും വാസും വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഗ്രാമർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഗ്രാമർ വിചാരിച്ച് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാനും സാധിക്കില്ല. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ഈസ്, വാസ് നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് ആയിരിക്കുക, അതായത് ടു ബിയുടെ രണ്ട് ഫോർമേഷനാണ്. ഒറ്റ വ്യത്യാസം മാത്രം, ഈസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രസൻറ്റ് ടെൻസിലാണ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് വർത്തമാന കാലഘട്ടത്തിൽ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രസൻറ്റ് ടെൻസാണ്. അതിനെയാണ് പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതേപോലെ അവിടെയാണ് ഈസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ വാസ് യൂസ് ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതായത് പാസ്റ്റ് ടെൻസിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈസും വാസും തമ്മിലുള്ള അത്രയും മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിന് കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഡയറക്റ്റ് നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഈസ് വെച്ചുള്ള എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം, ഈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അത്രമാത്രം മതി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ. നമുക്ക് ഡയറക്റ്റ് ഈസിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഒന്നാമത്തേത് നമ്മൾ പറയത്തില്ലേ, അയാൾ എൻ്റെ സുഹൃത്താണ്, നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ട്. ഇതെല്ലാം ഇനിയും പറയാൻ പോകുന്നത് ഈസിൻ്റെയാണ്. അപ്പം നിങ്ങൾ ചിന്തിച്ചോണം, ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ഞാൻ ഒരാളോട് ഒന്നുകിൽ ഞാൻ കാണുന്ന സംഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളായിരിക്കും. അല്ലാതെ കഴിഞ്ഞ് പോയ കാര്യത്തെ പറ്റിയല്ല ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതും ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലൈവായിട്ടുള്ള കാര്യങ്ങളുടെ എക്സാമ്പിൾസുകളാണ് ഞാനിനി പറയാൻ പോകുന്നത്. അപ്പോൾ ആശയം പിടികിട്ടിയല്ലോ? ഓക്കെ, ഇനി നമ്മുടെ എക്സാമ്പിളോട്ട് കിടക്കുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്, അതെൻ്റെ സുഹൃത്താണെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുന്നതാണ് ഹീ ഈസ് മൈ ഫ്രണ്ട്, അതെൻ്റെ സുഹൃത്താണ്. അവിടെ ഈസ് വന്നത് കണ്ടല്ലോ, മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈസ്. പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്ത ഒരു വേർഡാണ് ഈസ്. അതെ, ഹീ ഈസ് മൈ ഫ്രണ്ട്. ഈസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹീ ഈസ് മൈ ഫ്രണ്ട്, അതെൻ്റെ സുഹൃത്താണ്. അല്ലെങ്കിൽ ഞാൻ അതെൻ്റെ സുഹൃത്തല്ല എന്ന് ഞാൻ അങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഹീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്. നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ, ഹീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്. അപ്പം ഈസിൻ്റെ ആ ഫോർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവിടെ എങ്ങനെ വന്നിരിക്കുന്നത് മനസ്സിലായല്ലോ, ആശയവും മനസ്സിലായല്ലോ. ഇത്രയും ഉള്ളൂ ഈസ്. ഇങ്ങനെ മാത്രമേ ഈസ് പഠിക്കാവൂ, ഗ്രാമാറ്റിക്കലായിട്ട് പഠിക്കില്ല. നമുക്ക് ഓർത്തെടുത്ത് സംസാരിക്കാൻ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈസ് വളരെ പ്രയാസമായിട്ട് തോന്നും. ഇപ്പോൾ ആ ആശയം പിടികിട്ടിയല്ലോ. ഇനി പറയുന്ന എക്സാമ്പിൾ ശ്രദ്ധിച്ചുള്ളൂ. ഞാനിപ്പോൾ സംഭവം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ കാണുന്ന അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്ന എക്സാമ്പിളായിട്ട്. അപ്പോൾ ഞാനിനി എൻ്റെ വീട്ടിൽ ഒരാൾ വരുക. അപ്പോൾ എൻ്റെ ബ്രദറിനോട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്സ്റ്റെയറിലാണ് പഠിക്കുക. അവൻ അപ്സ്റ്റെയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വന്ന ആളോട് പറയുക, ഹീ ഈസ് സ്റ്റഡിങ് അപ്സ്റ്റെയർ. മോളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഹീ ഈസ് സ്റ്റഡിങ് അപ്സ്റ്റെയർ എന്ന് വെച്ചാൽ മോള്. ഹീ ഈസ് സ്റ്റഡിങ് അപ്സ്റ്റെയർ. അപ്പോൾ ഈസിൻ്റെ ആശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പിടികിട്ടിയല്ലോ, ആശയം പിടികിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നീട് അയാൾ എന്നോട് ചോദിക്കുക, നിൻ്റെ ഫാദർ എന്തുവാ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയും, എൻ്റെ ഫാദർ ഒരു ബിസിനസ്മാനാണെന്ന്. അപ്പോൾ പറയുക, മൈ ഫാദർ ഈസ് എ ബിസിനസ്മാൻ. എൻ്റെ ഫാദർ ഒരു ബിസിനസ്മാനാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. മൈ ഫാദർ ഈസ് എ ബിസിനസ്മാൻ, എൻ്റെ ഫാദർ ഒരു ബിസിനസ്മാനാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അതാണിത്, മൈ ഫാദർ ഈസ് എ ബിസിനസ്മാൻ. അത്രയേ ഉള്ളൂ അതിൻ്റെ ആശയവും. അടുത്തത്, അപ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുക. അപ്പോൾ പുള്ളി എന്തോ ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒരു സാധനം പറഞ്ഞു അയാളോട് പറയാം ഇത് പുതിയതാണ്. ഞാൻ ആ പുള്ളിക്കാരനോട് പറയും ഇത് പുതിയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് പുതിയതാണെന്ന് പറയും. ഇറ്റ് ഈസ് ന്യൂ. എൻ്റെ ഒരു ഫോണാണ്, ഞാൻ ഫോൺ എടുത്ത് കാണിച്ച് പറയും ഇറ്റ് ഈസ് ന്യൂ, ഇത് പുതിയതാണ്. അല്ലെങ്കിൽ ഞാൻ എന്തൊരു സാധനം മേടിച്ച് വെച്ചേക്കും. അപ്പോൾ ഞാൻ അയാളോട് പറയും ഇറ്റ് ഈസ് ന്യൂ, ഇത് പുതിയതാണെന്നാണ് എൻ്റെ അർത്ഥം. ഇത് പുതിയതാണ്, ഇറ്റ് ഈസ് ന്യൂ. അതേപോലെ തന്നെ ഈസിൻ്റെ ഒരു ഫോർമേഷൻ കണ്ടോണം. ഈസ് വെച്ച് നമുക്ക് ക്വസ്റ്റ്യനും ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അവിടെ എഴുതിയേക്കുവാണ് ഇറ്റ് ഈസ് ന്യൂ. ഇത് ഞാൻ പറഞ്ഞു ഇത് പുതിയതാണെന്ന്. അപ്പോൾ ആ പുള്ളി ചോദിക്കും ഇത് പുതിയതാണോ എന്ന് ആ ചോദിക്കുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ആ ഇറ്റ് ഈസ് ന്യൂവിനെ തിരിച്ചിട്ടാൽ മതി, ആ ഈസിനെ എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടാൽ മതി. അതാണ് എഴുതിയേക്കുന്നത്. ഈസ് ഇറ്റ് ന്യൂ, ഇത് പുതിയതാണോ? അല്ലെങ്കിൽ പുള്ളി അത് കണ്ട ഉടനെ ആദ്യം ചോദിക്കും ഇത് പുതിയതാണോ, ഈ സാധനം പുതിയതാണോ. പുള്ളി നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുമോ ഈ സാധനം പുതിയതാണോ, ഈസ് ഇറ്റ് ന്യൂ. അപ്പോൾ ഈസിൻ്റെ രണ്ട് ഉപയോഗങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇത്രയേ ഉള്ളൂ ഈസ്. ഈ രണ്ട് ഉപയോഗം മാത്രമേ ഉള്ളൂ ഈസ്. ഓർത്തിരിക്കുക. ആ ഈസിനെ ഒന്ന് തിരിച്ചപ്പുറത്തിട്ടപ്പോൾ എന്തായി? അതൊരു ക്വസ്റ്റ്യനായി. ഇത് പുതിയതാണോ എന്നുള്ളൊരു ആശയം വന്നു. ഇത് പുതിയതാണോ എന്നുള്ളൊരു ആശയം വന്നു. അത്രയേ ഉള്ളൂ. എന്നിട്ട് അപ്പം
പിന്നെ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പുറത്തോട്ടിറങ്ങി. അപ്പോൾ ഒരു വ്യക്തിയെ കണ്ടു, ഒരു നല്ലൊരു വ്യക്തിയെ കണ്ടു, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അഭിപ്രായം പറയുക, അയാളൊരു നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ്, നല്ല മനസ്സുള്ള വ്യക്തിയാണ്. അതങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഹീ ഈസ് കൈൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹീ ഈസ് കൈൻഡ്. നമ്മൾ പറയത്തില്ലേ ഹീ ഈസ് കൈൻഡ്, അത് നല്ല വ്യക്തിയാണെന്ന് പറയും. ഹീ ഈസ് കൈൻഡ്, അല്ല ഹീസ് എ ഗുഡ് പേഴ്സൺ എന്നും പറയും. എങ്ങനെ വേണമെന്ന് ഇംഗ്ലീഷിൽ പറയാം. ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഇട്ടേക്കുന്നത് ഹീ ഈസ് കൈൻഡ് എന്ന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഹീ ഈസ് കൈൻഡ്. അപ്പം ഞാൻ ചോദിക്കുമോ, അത്ര നല്ല വ്യക്തിയാണോ? അതെങ്ങനെ ചോദിക്കും? ഒന്നുമില്ല, ഈസ് എടുത്ത് അപ്പുറത്തോട്ട് ഇട്ടാൽ മതി. ഈസ് ഹി കൈൻഡ്, നല്ല വ്യക്തിയാണോ, നല്ല മനസ്സുള്ള വ്യക്തിയാണോ? അങ്ങനെ ഞാൻ ചോദിക്കത്തില്ല. ഈസ് ഹി കൈൻഡ്, ജസ്റ്റ് ആ ഈസ് എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടു, ഹീ എടുത്ത് ഇങ്ങോട്ടും വന്നു. ഈസ് ഹി കൈൻഡ്. ഇങ്ങനെയാണ് ഈസ് ഹി കൈൻഡ് ഈസ് വെച്ച് ക്വസ്റ്റ്യന് ഫോർമേഷൻ ചെയ്യുന്നത്. അതേപോലെ ജസ്റ്റ് 2-3 വേർഡുകൾ ഞാൻ പറയുക, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്, അത് സെയിം അർത്ഥം തന്നെയാണ് നൈസ്. ഹീ ഈസ് നൈസ്, നല്ലൊരു വ്യക്തിയാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഞാൻ പറയുന്ന ആ എക്സ്പ്രഷനാണ് ഹീ ഈസ് എ നൈസ് പേഴ്സൺ. അദ്ദേഹം ഒരു നൈസ് വ്യക്തിയാണ്. അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഹീ ഈസ് എ നൈസ്. നമ്മൾ ജസ്റ്റ് പേഴ്സൺ എന്ന് പറയുക, അവിടെ തന്നെ അങ്ങ് ഒതുക്കുക, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇവിടെ എഴുതിയേക്കുന്നതും. പിന്നെ അയാൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ, ഒരാൾ നല്ല വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എൻ്റെ ഹീസ് എ സ്മാർട്ട് ബോയ്, ഹീസ് എ സ്മാർട്ട് പേഴ്സൺ എന്ന് നമ്മൾ പറയത്തില്ല. ആ ജസ്റ്റ് എക്സ്പ്രഷനാണ് അടുത്തതും. ഹീ സ്മാർട്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. ഹീ സ്മാർട്ട്, പുള്ളിക്കാരൻ സ്മാർട്ടാണ്, അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറയണം. അപ്പോൾ ഈസിൻ്റെ ആ ഫോർമേഷനും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഭയങ്കര സന്തോഷമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഹീ ഈസ് ഹാപ്പി. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ പറയത്തില്ലേ, ഹീ ഈസ് ഹാപ്പി, ഹീ ഈസ് ഓൾവേസ് ഹാപ്പി. അവിടെ ഈസിൻ്റെ ഇത് കണ്ടില്ലേ, അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ മോളി പഠിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ അയാൾ സന്തോഷമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പറയുക, ഹീ ഈസ് ഹാപ്പി, അവൻ സന്തോഷവാനാണ്, എപ്പോഴും സന്തോഷവാനാണ്. ജസ്റ്റ് ആ അർത്ഥമാണ്, അത്രേ ഉള്ളൂ. ഇതെല്ലാം കോൺവെർസേഷനിലെ വേർഡുകളാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാം. ഇതേപോലെ യൂസ് ചെയ്യണമെന്നില്ല. ഈസിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇങ്ങനെ നമ്മൾ എടുത്തുന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യും. ഇതെല്ലാം കോൺവെർസേഷനിലെ വേർഡുകളാണ്. അടുത്ത് എൻ്റെ സുഹൃത്ത് വന്നിട്ട്, അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിക്കുക, തൻ്റെ ഫാദർ ഒരു പോലീസ്മാനാണോ? ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, തൻ്റെ ഫാദർ ഒരു പോലീസ്മാനാണോ എന്ന് ഞാൻ ചോദിക്കുന്ന ഇതാണ്. ഈസ് യുവർ ഫാദർ എ പോലീസ്മാൻ? തൻ്റെ ഫാദർ പോലീസുകാരനാണോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് യുവർ ഫാദർ പോലീസ്മാൻ? തൻ്റെ ഫാദർ ഒരു പോലീസുകാരനാണോ എന്നാണ് ആ എക്സാമ്പിൾ എഴുതിയേക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈസ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനും ഫോർമേഷനും കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം. ഈസിനെ പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കില്ല. ഈസിൻ്റെ 2 ഫോർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗ്രാമാറ്റിക്കൽ നിങ്ങൾ തിങ്ക് ചെയ്തല്ലോ. ജസ്റ്റ് ആശയം മനസ്സിലായല്ലോ. എക്സാമ്പിൾ സെൻറ്റൻസിൽ ആശയം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് കുറച്ച് എക്സാമ്പിളൂടെ ഉണ്ട്, ജസ്റ്റ് പറഞ്ഞു ഈസ് കുറച്ചുകൂടെ അതിൻ്റെ ആശയം പിടികിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ ഈസ് വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഈസ് ഇറ്റ് അപ്സെറ്റിംഗ് യു? എന്തെങ്കിലും ഒരു വിഷമമുള്ള കാര്യം എനിക്ക് ചുറ്റും നടന്നു, അപ്പം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയുകയാണ്, ഈസ് ഇറ്റ് അപ്സെറ്റിംഗ് യു? അത് നിന്നെ വിഷമം, ഈ കാര്യങ്ങളൊക്കെ നിന്നെ ദുഃഖവാനാക്കുന്നുണ്ടോ? കറക്റ്റായിട്ട് ഞാൻ ആ മലയാളം വേർഡ് എടുത്ത അതങ്ങ് അതിൻ്റെ ആ ഭംഗി അങ്ങ് പോകും. ഈസ് ഇറ്റ് അപ്സെറ്റിംഗ് യു? ഈ സംഭവം നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈസ് ഇറ്റ് അപ്സെറ്റിംഗ് യു? ഈ സംഭവം തന്നെ ദുഃഖം ഉളവാക്കുന്നുണ്ടോ എന്ന് പുള്ളി ചോദിക്കുവാണ്. ദയവ് ഇത് മലയാളത്തിലോട്ട് എടുക്കില്ല. നിങ്ങൾക്ക് ആശയം പിടികിട്ടിയല്ലോ. ആശയം പിടികിട്ടിയെങ്കിൽ ആ ഡയറക്റ്റ് ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അത് ആ സംഭവമാണെന്ന് ആ ഇംഗ്ലീഷ് വേർഡ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. മലയാളത്തിൻ്റെ അർത്ഥം പഠിച്ചാൽ നമുക്ക് ഭയങ്കര പാടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. നമുക്കൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ പഠിക്കുന്നത് ആശയപരമായിട്ട് പഠിക്കുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോവുക. ഈസ് ഇറ്റ് അപ്സെറ്റിംഗ് യു? അത് നിങ്ങളെ അപ്സെറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈസ് വെച്ചൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത വേറൊരു ഈസ് വെച്ചൊരു സംഭവം, ഞാനിങ്ങനെ വഴി കൂടെ നടന്നു പോകുന്നു. അപ്പോൾ ഒരു സാധനം അവിടെ വെച്ചേക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ചോദിക്കുകയാണ്, ആ കടക്കാരനോട് ചോദിക്കുകയാണ്, ഈസ് യുവർ ഐറ്റം സ്റ്റിൽ ഫോർ സെയിൽ? അദ്ദേഹം കുറേ നാളായിട്ട് അവിടെ വെച്ചേക്കുന്നൊരു സാധനമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഈസ് യുവർ ഐറ്റം സ്റ്റിൽ ഫോർ? ഇപ്പോഴും താങ്കളുടെ ആ ഐറ്റം വിൽപ്പനയ്ക്കാണോ? ഈസ് യുവർ ഐറ്റം സ്റ്റിൽ ഫോർ സെയിൽ? ഇപ്പോഴും താങ്കൾ ആ ഐറ്റം അവിടെ വിൽപ്പനയ്ക്കാണ് വെച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ഈസ് ആദ്യം വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഈസ് ആദ്യം വരുമ്പോൾ ആണോ എന്നുള്ളൊരു എക്സ്പ്രഷൻ ആ മലയാളത്തിൽ വരുന്നത്. ആണോ? ഈസ് യുവർ ഐറ്റം സ്റ്റിൽ ഫോർ സെയിൽ? ഇപ്പോഴും ആ ഐറ്റം വിൽപ്പനയ്ക്കാണോ വെച്ചിരിക്കുന്നത് എന്നൊരു മലയാളത്തിലൊരു വേർഡിൻ്റെ ആശയമാണ് വരുന്നത്. ഈസ് ഫസ്റ്റ് വരുമ്പോൾ ആണോ, അങ്ങനെയാണോ, ഇങ്ങനെയാണോ എന്നുള്ളൊരു വേർഡാണ് നമ്മൾ ഈസ് ആദ്യം വെച്ച് ചേർത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ. ഇവിടെ നോക്കിക്കോളൂ, ഈസ് യുവർ ഐറ്റം സ്റ്റിൽ ഫോർ സെയിൽ? താങ്കളുടെ ഐറ്റം
ഇപ്പോഴും സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നാണ്, ഇപ്പോഴും എന്നുള്ള അർത്ഥമാണുള്ളത്. ഫോർ സെയിൽ എന്ന് വെച്ചാൽ വിൽപ്പനയ്ക്കാണോ, ഇപ്പോഴും വിൽപ്പനയ്ക്കാണോ, ഈസ് യുവർ താങ്കളുടെ ഐറ്റം സ്റ്റിൽ ഫോർ സെയിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും വിൽപ്പനയ്ക്കാണോ എന്നാണ് അർത്ഥം. സ്റ്റിൽ ഫോർ സെയിൽ ഇപ്പോഴും വിൽപ്പനയ്ക്കാണോ എന്നാണ് അർത്ഥം. അതേപോലെ നമ്മുടെ കൂട്ടുകാരൻ ഒരു മൊബൈൽ ഫോൺ എടുത്തു, ഒരു സാംസങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ ഒരു ഐഫോണോ ആയിരിക്കും. അപ്പോൾ പുള്ളിയുടെ നമുക്ക് ബ്ലാക്ക് ഫോൺ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയുടെ ബ്ലാക്ക് ഫോൺ ആണോ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഈസ് യുവർ മൊബൈൽ ബ്ലാക്ക്, തൻ്റെ മൊബൈൽ ഫോൺ ബ്ലാക്ക് ആണോ? ആദ്യം വന്നപ്പോൾ ആണോ എന്നുള്ളൊരു ആശയം വന്നില്ലേ. ഈസ് യുവർ മൊബൈൽ ബ്ലാക്ക്, മനസ്സിലായില്ലേ? അപ്പോൾ ഈസിനെ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഫോർമേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേപോലെ ഇതേപോലെയാണ് നമ്മൾ ഈസ് വെച്ചുള്ള, ഇനി കുറച്ച് എക്സാമ്പിൾസും കൂടെ ഉണ്ട്. ഈസ് വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിളാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഈസ് ആദ്യം വന്ന് ഒരു സെൻറ്റൻസ് കൂടെ വന്നാൽ ആണോ, അതാണോ, ഇതാണോ എന്നുള്ളൊരു ആശയമാണ് വരുന്നത്. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഈസ് ഇത്രയേ ഉള്ളൂ. സോ വാസ് ഇന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, വാസ് നമുക്ക് സമയം കിട്ടത്തില്ല ഇനി വാസിൻ്റെ എക്സാമ്പിൾ എടുക്കാൻ. വാസും ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നിങ്ങൾ വാസിനെ പറ്റി ചിന്തിക്കരുത്, ഈസിനെ പറ്റി ഇത്ര മാത്രം ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബാക്കി നമ്മൾ ഈസൊക്കെ നമ്മൾ എക്സാമ്പിൾ സെൻറ്റൻസ് വേറെ ടോപ്പിക്കുകളൊക്കെ എടുക്കുമ്പോൾ, കോൺവെർസേഷനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ആ ഫ്ലോയിലോട്ടും ആ ആശയത്തിലോട്ടും വരുന്നതായിരിക്കും. സോ ഡോണ്ട് വറി, ഈസ് എന്ന് പറഞ്ഞ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി ഈസിനെ പറ്റി നിങ്ങളൊരു ഭാരം തലയിൽ വെച്ചുകൊണ്ട് കിടക്കൽ വളരെ സിമ്പിളാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ തീർച്ചയായും കാണണം. വാസിനെ പറ്റിയാണ് എടുക്കുന്നത്. വാസിന് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ആശയപരമായിട്ട് പറഞ്ഞു തരും. സോ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, സീ യു.